ഒരു ദേശത്തിന്റെ കഥ ആരുടെ? ഒരു ദേശത്തിന്റെ കഥ എസ്.കെ. പൊറ്റക്കാട്. ശ്രീധരൻ എന്ന കഥാപാത്രം ചോദിച്ചിട്ടുണ്ട്. ശ്രീധരൻ എന്ന കഥാപാത്രം ഒരു ദേശത്തിന്റെ കഥ. ഒരു തെരുവിന്റെ കഥ ആരാ? എസ്.കെ. പൊറ്റക്കാട്. അതേതാണെന്നറിയാമോ? ഓമൻജി എന്ന കഥാപാത്രം. ഓമൻജി എന്ന കഥാപാത്രം ഒരു തെരുവിന്റെ കഥയിലാണ്. നമസ്കാരം, ഞാൻ പ്രദീപ് മുഖത്തല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു റിവിഷൻ നടത്തിയായിരുന്നു. ഇനിയും പറ്റുന്ന കണക്ക് ഞാൻ കൂടെ ഒന്ന് റിവിഷൻ നടത്താൻ. ടെൻഷനൊന്നും അടിക്കാതെ സിമ്പിളായിട്ടിരുന്ന് അങ്ങ് പഠിക്കണേ. മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് നേടണം. കുഴപ്പമില്ല, ഒരുവിധം ഏകദേശം ഒന്ന് സെറ്റ് ആവുന്നുണ്ട്. റിവിഷൻ നടത്തുന്നുണ്ട്. പലതും ഒക്കെ മറന്നു പോകും, വർഷങ്ങളൊന്നും കിട്ടുന്നില്ല. ചിലപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ പഴയത് ചിന്തിക്കുമ്പോൾ അത് കിട്ടുന്നില്ല. സൈക്കോളജി എല്ലാം കൂടെ അങ്ങ് കുഴഞ്ഞു പരുവത്തിലാവുന്ന. ആയിക്കോട്ടെ, നിങ്ങൾ വായിച്ചുകൊണ്ടേ ഇരിക്കുക, റിവിഷൻ നടത്തുക, വായിക്കുക, പെർഫെക്റ്റ് ആകുക. ഓരോ ഭാഗം ഒരു ദിവസത്തിൽ ഇത്ര ഭാഗം വീതം കവർ ചെയ്യുക. അല്ലാതെ ഒരു ഹിസ്റ്ററി എടുത്താൽ ഹിസ്റ്ററിയേ എന്ന് പറഞ്ഞിരിക്കരുത്. അല്ലാതെ ഇംഗ്ലീഷ് എടുത്താൽ ഇംഗ്ലീഷ് ഒരു മണിക്കൂറെങ്കിൽ ഒരു മണിക്കൂർ നിശ്ചിത സമയം വെക്കുക. അടുത്തത് അപ്പോഴത്തേക്ക് ഒരുവിധം ഏകദേശം എല്ലാത്തിലും നിന്ന് ഒരു ടച്ച് കിട്ടി വരും കേട്ടോ. അപ്പൊ ആ ഒരു ആഗ്രഹം, സ്വപ്നം കാണണേ, ലക്ഷ്യങ്ങൾ. ഓരോരുത്തരും ഓരോ സ്കൂളിലൊക്കെ പുതിയ ആൾക്കാർ അവര് സ്കൂളിൽ പുതിയൊരു രൂപത്തിലായിരിക്കും അല്ലെ എന്റെ പേര് അറിയിക്കണം എന്നുള്ള രീതിയിലല്ലേ ഓരോ ടീച്ചർമാരും ചെല്ലുന്നത്. ആഗ്രഹിച്ച് നിങ്ങൾ എത്ര നാളുകൊണ്ട് പഠിക്കുന്നതാ. ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക ആവണം, സ്കൂളിൽ ഞാൻ ഒരു വ്യത്യസ്തനാകണം, കുട്ടികളെല്ലാം എന്നെ ഇഷ്ടപ്പെടണം. ഓരോരുത്തർ കണ്ടിട്ടില്ലേ നല്ല പാട്ടൊക്കെ പാടി പഠിപ്പിക്കുന്നതും ഒരു വ്യത്യസ്ത കുട്ടികൾ ഓരോ ദിവസവും പിറ്റേ ദിവസം സ്കൂളിലേക്ക് വരുമ്പോൾ എന്റെ ടീച്ചർ, എന്റെ സാറ് എന്ന് ഓർത്ത് വരണം ആ സാറിനെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ മടി പിടിക്കരുത്. കാരണം ഏതൊരു കുട്ടിയും പിറ്റേ ദിവസം രാവിലെ എണീച്ച് സ്കൂളിലേക്ക് വരണം എന്ന വാശിയോടുകൂടി സന്തോഷത്തോടെ കൂടി വരുന്നത് ആ അധ്യാപകരുടെ കഴിവാണ്. അധ്യാപകൻ നാളെയും ഓടി ഈ ഓരോ സ്കൂളിലെ ചില അമ്മമാരെ അച്ഛന്മാര് പറയുന്ന കേട്ടില്ലേ, സാറേ അവർക്ക് സ്കൂളിൽ പോകാനാ ഇഷ്ടം, ടീച്ചറെ കാണാനാ ഇഷ്ടം എന്നൊക്കെ പറയുന്ന കേട്ടില്ലേ. അതെന്താ? ആ ക്ലാസ്സിൽ അവരുമായിട്ടുള്ള പെരുമാറ്റമാണ്, അവരുമായിട്ടുള്ള ആ സന്തോഷകരമായ പങ്കിടലാണ്. അതെല്ലാം കേട്ടാണ് അവര് പിറ്റേ ദിവസവും രാവിലെ നമ്മളെ വീടിനേക്കായി കൂടുതൽ സ്കൂൾ ഇഷ്ടപ്പെടുന്നത്, സ്കൂളും കൂട്ടുകാരികളെ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങളൊരു അധ്യാപികയായാലും അധ്യാപകനായാലും നിങ്ങളൊരു വ്യത്യസ്തനായിരിക്കണം. അല്ലാതെ എല്ലാരെയും പോലെ വന്ന് ക്ലാസ്സിൽ എന്തൊക്കെയോ പഠിപ്പിച്ചു ഏതൊക്കെയോ പോയി എന്നതിനല്ല. നമ്മൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാകണം. അത് ആഗ്രഹിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ, ഒരു അധ്യാപകനാകണം, ബിഎഡൊക്കെ എടുക്കണം. പക്ഷെ വീട്ടിലെ സാഹചര്യം മൂലം എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷെ എനിക്ക് ദൈവം വേറൊരു അധ്യാപകനാക്കി. നിങ്ങളെയൊക്കെ പഠിപ്പിക്കാനുള്ള ഒരു അധ്യാപകൻ എന്ന രീതിയിൽ എനിക്ക് ഒത്തിരി അത് അതിനേക്കാൾ വലിയൊരു പുണ്യം എന്നേ ഞാൻ പറയുന്നുള്ളൂ. ദൈവം വേറൊരു രീതിയിൽ എന്നെ ആക്കിയല്ലേ. അതുകൊണ്ട് നിങ്ങളോട് പറയാണ്, തീർച്ചയായിട്ടും നിങ്ങൾ ഏത് മേഖലയിലാണോ ചെല്ലുന്നത് ആ മേഖലയിൽ നിങ്ങൾ ശോഭിച്ചിരിക്കണം. അതിന് മുമ്പ് കുറച്ച് കഷ്ടപ്പാടുണ്ട്. അത് നേടിയെടുക്കാനാണ്. അത് നേടിയെടുക്കുന്നത് വരെ കഷ്ടപ്പെട്ട് പഠിച്ചേ പറ്റും. നല്ല സന്തോഷത്തോടെ ഓരോ ദിവസവും എണീക്കണേ. രാവിലെ എണീക്കുമ്പോൾ നല്ല രീതിയിൽ കാലിന്റെ പാദങ്ങളൊക്കെ കഴുകിയിട്ട് എപ്പോഴും ഇരിക്കാവും. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉറക്കം വരും. കാലിന്റെ പാദം എപ്പോഴും നല്ല തണുപ്പോടുകൂടി നിന്ന് ആ അടിഭാഗമൊക്കെ നല്ലോണം തേച്ച് കഴുകിയിട്ടൊക്കെ ഇരിക്കുക. ഞാനൊക്കെ എപ്പോഴും പഠിക്കാൻ നേരത്തപ്പോഴാണ് കാല് നല്ലോണം കഴുകും, കാലിന്റെ പാദം നല്ലോണം കഴുകും. പിന്നെ രാത്രി ഉറങ്ങാൻ നേരത്തും അത് കഴുകിയിട്ടാണ് കിടക്കുന്നത്, അത് ഓർക്കുക. പിന്നെ 1 മണിക്കൂർ ഇടവിട്ടൊന്ന് എണീറ്റ് നടക്കണേ, ചുമ്മാ അങ്ങിരിക്കരുത്. പലരും രാവിലെ 9:30 ബുക്ക് എടുത്ത് ഉറങ്ങി, അല്ലെങ്കിൽ 10 മണിക്ക് തുടങ്ങിയ 2 മണി വരെ അങ്ങിരിപ്പ അല്ല. ഒരു 10 to 11 കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് ഫ്രീ ആവണം. വീട്ടിൽ ആരെങ്കിലും ആയിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും കോമഡി പ്രോഗ്രാം കാണുകയോ അല്ലെങ്കിൽ വെളിയിൽ മുറ്റത്തൂടി ഇച്ചിരി നേരം നടക്കുകയോ ഒക്കെ ചെയ്യും. ഫുൾ ടൈം അങ്ങ് ഇരിക്കരുത്. പിന്നെ വെള്ളം കുടിക്കണേ, മാക്സിമം വെള്ളം കുടിക്കണം. നിങ്ങൾക്ക് തന്നെ അറിയാലോ, ശരീരത്തിലെ ജീവൽ പ്രവർത്തനങ്ങൾ നടക്കാൻ ഉള്ളിൽ വെള്ളം കയറിയേ പറ്റൂ. അപ്പൊ മാക്സിമം വെള്ളവും കൂടെ മുന്നിൽ വെച്ചിട്ടേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് മൂത്രത്തില് കല്ലൊക്കെ ഓരോരുത്തർക്ക് വരുന്നതെന്ന് കേട്ടിട്ടില്ലേ. പിന്നെ അസുഖം വന്നിട്ട് ഇത് കൊണ്ടു നടക്കാൻ നടക്കരുത്. അതുകൊണ്ട് വെള്ളമൊക്കെ മാന്യമായിട്ട്, മഴ സീസണിൽ പലരും വെള്ളം കുടിക്കത്തില്ലെന്ന് എനിക്കറിയാം. വെള്ളമൊക്കെ കുടിച്ചിട്ടേ ഇരിക്കാം. ഞാൻ കത്തിയടിച്ച് പോകുന്നില്ല. നമുക്ക് ഇന്ന് കുറച്ച് റിവിഷൻ നടത്താം. ഓരോ സെക്ഷൻ തിരിച്ചാണ് നിങ്ങളുടെ ഓരോ ടോപ്പിക്ക് നോക്കിയിട്ട് അതിന്റെ റിവിഷൻ. അവസാന നിമിഷം കറണ്ട് അഫേഴ്സ് ഞാനൊന്ന് പറയാം. അവസാനത്തെ 2 ദിവസം കറണ്ട് അഫേഴ്സ്. ഇപ്പം GK റിവിഷൻ ആയിട്ട് വരികയാണ്. നോക്കാം നമുക്ക്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. ഞങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന നല്ലൊരു ചോദ്യത്തിലേക്കാണ് വന്നിരിക്കുന്നത്. നോക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക്. ഒന്നാമത്തെ പൊതുമേഖലാ ബാങ്ക് SBI ആണെന്ന് അറിയാം. SBI. രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ് അല്ലെ. പഞ്ചാബ് നാഷണൽ ബാങ്ക് ആരാ സ്ഥാപിച്ചത്? പഞ്ചാബ് നാഷണൽ ബാങ്ക് ലാലാ ലജ്പത് റായ് അല്ലെ. സ്വാതന്ത്ര്യ സമര സേനാനിയായ ലാലാ ലജ്പത് റായ് ആണ്. 10ാം ക്ലാസ് സ്കൂൾ ടെസ്റ്റിൽ ഇദ്ദേഹത്തിന്റെ പത്രം കിടപ്പുണ്ട്. വന്ദേ മാതരം എന്ന പത്രം ആരുടെ എന്ന് ചോദിച്ചിട്ടില്ലേ ഇവിടെ? വന്ദേ മാതരം എന്ന പത്രം ആരുടെ? ലാലാ ലജ്പത് റായുടെയാണ്. അപ്പൊ പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥാപിച്ചതും ലാലാ ലജ്പത് റായ്. 2-3 പത്രങ്ങൾ ചോദിച്ചോട്ടെ, ഉത്തരങ്ങൾ വരുമോ നോക്കട്ടെ. വന്ദേ മാതരം ലാലാ ലജ്പത് റായ് അല്ലെ. ലീഡർ എന്ന പത്രം ആരുടെ? ലീഡർ മദൻ മോഹൻ മാളവ്യ. ലീഡർ എന്ന പത്രം ആരുടെയാണ്? മദൻ മോഹൻ മാളവ്യ. അൽ ഹിലാൽ, അൽ ബലാക്ക് എന്നീ
പത്രങ്ങൾ മൗലാന അബുൽ കലാം ആസാദ് അല്ലെ. അൽ ഹിലാൽ, അൽ ബലാക്ക്, മൗലാന അബുൽ കലാം ആസാദ്. ന്യൂ ഇന്ത്യ, കോമൺവീൽ എന്നീ പത്രങ്ങൾ ആരുടെയാ? ആനി ബസന്റ്. ന്യൂ ഇന്ത്യ, കോമൺവീൽ എന്നീ പത്രങ്ങൾ ആരുടെയാണ്? ആനി ബസന്റ് ആണ്. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയ നല്ലൊരു ക്വസ്റ്റ്യൻ, കേസരി മറാത്തയും ആരുടെ പത്രം? ബാലഗംഗാധര തിലകന്റെ. കേസരി മറാത്ത, അത് ഭാഷ പഠിച്ചു വെക്കണം കേട്ടോ. കേസരി ഏത് ഭാഷയിലാണ്? കേസരി മറാത്ത ഭാഷയിലും, മറാത്ത എന്ന പത്രം ഇംഗ്ലീഷ് ഭാഷയിലുമാണ് ആരാ? ബാലഗംഗാധര തിലകൻ എഴുതിയത്. മറന്നുപോരുതേ. നാഷണൽ ഹൊറാൾഡ് ജവഹർലാൽ നെഹ്റുവിന്റെ പത്രമാണ് നാഷണൽ ഹൊറാൾഡ്. ഷോം പ്രകാശ് ആരുടെ പത്രമാണ്? ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഷോം പ്രകാശ് ആരുടെ പത്രം? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ അല്ലെ. പിന്നെ ക്രൊമേഡ് എന്ന പത്രം മൗലാന മുഹമ്മദ് അലിയാണ്. മൗലാന മുഹമ്മദ് അലിയാണ് ക്രൊമേഡ് എന്ന പത്രം. അതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ബോംബെ ക്രോണിക്കിൾ ഫിറോസ് ഷാ മേത്തയുടെ പത്രമാണ് ബോംബെ ക്രോണിക്കിൾ എന്ന് പറയുന്നത്. പ്രബുദ്ധ ഭാരതം ഉദ്ബോധനം സ്വാമി വിവേകാനന്ദന്റെ പത്രം. പ്രബുദ്ധ ഭാരതം ഉദ്ബോധനം സ്വാമി വിവേകാനന്ദന്റെ. അതുപോലെ ബഹിഷ്കൃത ഭാരതം മൂകനായകരുടെ ബി ആർ അംബേദ്കറുടെ അല്ലെ. ബി ആർ അംബേദ്കറുടെ പത്രമാണ് ബഹിഷ്കൃത ഭാരതവും മൂകനായകം. അപ്പൊ ലീഡർ മദൻ മോഹൻ മാളവിയുടെയാണ്. മദൻ മോഹൻ മാളവിയ നല്ലൊരു ചോദ്യമുണ്ട്. അതായത് ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പോയപ്പോ ഉപദേശകനായി പോയതാരെന്ന് ചോദിച്ചിട്ടില്ലേ? ഗാന്ധിജിയുടെ ഉപദേശകനായി പോയത് മദൻ മോഹൻ മാളവിയാണ്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് മദൻ മോഹൻ മാളവിയാണ്. യാചകരുടെ രാജകുമാരൻ എന്നും മഹാമാന്യ എന്നൊക്കെ അറിയപ്പെടുന്നത് മദൻ മോഹൻ മാളവിയാണ്. അപ്പൊ ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പോയപ്പോ 31-ലല്ലേ പോയത്? 31-ൽ പോകുമ്പോ ആരായിരുന്നു ഉപദേശകനായിട്ട് പോയത്? മദൻ മോഹൻ മാളവിയാണ്. ഓർത്തു വെക്കണം, ലീഡർ എന്ന പത്രം. അപ്പൊ നമുക്ക് തിരിച്ചു വരാം. നമ്മൾ ബാങ്കിലാണ് പോയത്. പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥാപിച്ചതാരാ? ലാലാ ലജ്പത് റായ്. ലാലാ ലജ്പത് റായ് സൈമൺ കമ്മീഷന്റെ തിരിച്ചു പോകുന്നതിനെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനെ സാൻഡേഴ്സൺ അല്ലേ അദ്ദേഹത്തെ വധിച്ചത്? ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് കാരണക്കാരനായ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാരാണ്? സാൻഡേഴ്സനെ വധിച്ചതല്ലേ നമ്മുടെ ഭഗത് സിംഗ്. ഭഗത് സിംഗിന്റെ ആ ഗൂഢാലോചന കേസ് ഏതാ? കഴിഞ്ഞ ക്ലാസ് ഏതൊക്കെ പറഞ്ഞു തന്നു? ലാഹോർ ഗൂഢാലോചന കേസ് അല്ലെ. ഭഗത് സിംഗിന്റെ വധവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസ് ഏതായിരുന്നത്? നമ്മുടെ ലാഹോർ ഗൂഢാലോചന കേസിലാണ് അദ്ദേഹത്തെ ശിക്ഷിച്ചത്. എന്നാ ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത്? 1931 മാർച്ച് 23. ആ ഓപ്പറേഷന്റെ പേരെന്താ? ഓപ്പറേഷൻ ട്രോജൻ ഹോഴ്സ്. ഓപ്പറേഷൻ ട്രോജൻ ഹേഴ്സ്. ഭഗത് സിംഗിന്റെ സംഘടന ഏതാ? പഞ്ചാബ് നൗജവാൻ ഭാരത സഭ. പഞ്ചാബ് നൗജവാൻ ഭാരത സഭ. ഓർത്ത് നോക്കണേ. നമുക്ക് തിരിച്ചു വരാം, ബാങ്കിലേക്ക് വരാം. പഞ്ചാബ് നാഷണൽ ബാങ്ക് ഏത് വർഷമാ വന്നതെന്ന് അറിയാമോ? 1894 വരുന്നതെങ്കിലും പ്രവർത്തനം തുടങ്ങുന്നത് 95 ഏപ്രിൽ 12 പ്രവർത്തനം തുടങ്ങുന്നത് എന്നാണ്? 1895 ഏപ്രിൽ 12 ലാഹോറിലാണ് ഇത് തുടങ്ങുന്നത്. അന്ന് ഇന്ത്യയിലാണല്ലോ ലാഹോർ അല്ലെ. ലാഹോറിലാണ് ഇത് തുടങ്ങുന്നതെങ്കിൽ ഇതിന്റെ ആസ്ഥാനം ചോദിച്ചാൽ ന്യൂഡൽഹി പറഞ്ഞാൽ മതി കേട്ടോ. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. അതെ, വോളണ്ടറി റിട്ടയർമെന്റ് നടപ്പിലാക്കിയ ആദ്യത്തെ ബാങ്ക് ഇവരാണ്. അതായത് സ്വയം പിരിഞ്ഞു പോകൽ പദ്ധതി കൊണ്ടുവന്ന ആദ്യ ബാങ്കും പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ് കേട്ടോ. പഞ്ചാബ് നാഷണൽ. പിന്നെ ഇന്ത്യക്കാരുടെ ആദ്യത്തെ തദ്ദേശീയ ബാങ്ക്, തദ്ദേശീയരായ, അതായത് ലാലാ ലജ്പത് റായ് അല്ലേ സ്ഥാപിച്ചത്. തദ്ദേശീയമായ ആദ്യത്തെ ഇന്ത്യയിലെ ബാങ്ക് ഏതെന്ന് ചോദിച്ചാൽ പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ഏതാ? 1770 വന്ന ഹിന്ദുസ്ഥാൻ ബാങ്ക് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതെന്ന് ചോദിച്ചാൽ കൊൽക്കത്തയിലാണ് വരുന്നത് കേട്ടോ. പക്ഷെ തദ്ദേശീയമായ ആദ്യ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് 1895. ഇനി കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ്? കേരളത്തിലെ ആദ്യ ബാങ്ക് 1899 വന്ന നെടുങ്ങാടി ബാങ്ക് ആണ് കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് കേട്ടോ. 1899 വന്ന നെടുങ്ങാടി ബാങ്ക് ആരാ സ്ഥാപിച്ചത്? അപ്പു നെടുങ്ങാടി. അപ്പു നെടുങ്ങാടി എവിടെയോ പഠിച്ചിട്ടില്ലേ? അപ്പു നെടുങ്ങാടി എന്താ? മലയാളത്തിലെ ആദ്യത്തെ നോവൽ എഴുതിയതാര്? മലയാളത്തിലെ ആദ്യ നോവലായ കുന്തലത എഴുതിയത് ആരാണ്? അപ്പു നെടുങ്ങാടി. മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാ? കുന്തലത, അപ്പു നെടുങ്ങാടി അല്ലെ. കണക്ട് ചെയ്ത് പോകുന്നതിന് വിഷമമൊന്നും ഇല്ലല്ലേ? കുറെ കണക്ഷൻ കിട്ടുമല്ലോ. അതാണ് ടോപ്പിക് വൈസ് വെച്ചാൽ നിങ്ങൾക്ക് ഏത് ബുക്ക് നോക്കിയാലും കിട്ടും അല്ലെ. ആ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ബുക്ക് എടുത്താൽ ആ ടോപ്പിക്ക് തന്നെ ഞാൻ പറയുന്നത്. പക്ഷെ ഇങ്ങനെ കണക്ട് ചെയ്ത് കിട്ടുമ്പോൾ നിങ്ങളുടെ ആ ഉത്തരങ്ങൾ നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ്? കുന്തലത, അപ്പു നെടുങ്ങാടി. ആദ്യ ലക്ഷണമൊത്ത നോവൽ ഏതാണ്? മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവൽ ഏതെന്ന് ചോദിച്ചാൽ ഇന്ദുലേഖയാണ് നമ്മൾ പറയേണ്ടത്. ഇന്ദുലേഖ, ഓ ചന്തുമേനോന്റെ ഇന്ദുലേഖ. ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ മാർത്താണ്ഡവർമ്മ എഴുതിയ കൃതികൾ പഠിപ്പിച്ചില്ലേ? അതൊക്കെയാ ധർമ്മരാജ അല്ല മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ. ഇത് എഴുതിയതാരാ? CV രാമൻപിള്ള. CV രാമൻപിള്ളയുടെ കൃതികളാണ് പഠിപ്പിച്ചത്. അത് ഏതൊക്കെയായിരുന്നു? മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ. ആരുടെ കൃതിയാണ്? CV രാമൻപിള്ള. മലയാള മെമ്മോറിയൽ എഴുതിയതും CV രാമൻപിള്ളയാണ്. ഉള്ളൂരിന്റെ
മഹാകാവ്യം പറഞ്ഞ ഉള്ളൂരിന്റെ മഹാകാവ്യം ഉമാകേരളം അല്ലെ? ഉമാകേരളമാണ് ഉള്ളൂരിന്റെ മഹാകാവ്യം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ? പിന്നെ നല്ലൊരു ചോദ്യം, ഉള്ളൂരിന്റെ നല്ലൊരു ചോദ്യം, ഉള്ളൂർ ജനിച്ചത് ചങ്ങനാശ്ശേരിയില്ല. ഉള്ളൂർ എന്ന് എഴുതി വെച്ച കളയല്ലേ. ഉള്ളൂർ ജനിച്ചത് ചങ്ങനാശ്ശേരിയിലും ഉള്ളൂരിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ജഗതിയിലാണ്. ഉള്ളൂർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജഗതിയിലാണ്. ഉള്ളൂരിന്റെ നല്ലൊരു പാട്ട് പാടട്ടെ ഞാൻ. ഇത് ചോദിക്കും, നമുക്കുലുയരാം നടുകിൽ തിന്നാം നൽകുകിൽ നേടിയിടാം. ആരുടെ വരിക? ഉള്ളൂരിന്റെ. നമുക്കുലുയരാം നടുകിൽ തിന്നാം നൽകുകിൽ നേടിയിടാം. ആരുടെ വരിയാണ്? ഉള്ളൂരിന്റെ വരിയാണ്. അതുപോലെ ഉള്ളൂരിന് ചോദിക്കുന്ന വേറൊരു ചോദ്യമുണ്ട്, ഏതാണെന്നറിയാമോ? കാക്കേ കാക്കേ കൂടവിടെ പ്രാവേ പ്രാവേ പോകരുതേ. ആരുടെയാ? ഉള്ളൂരിന്റെ പ്രശസ്ത വരികളാണ്. അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കണേ. അപ്പൊ ഉള്ളൂർ ജനിച്ചത് ചങ്ങനാശ്ശേരിയിലാണ്. ചങ്ങനാശ്ശേരി. ഉള്ളൂരിന്റെ സ്മാരകം എവിടാ? ജഗതിയാണ്. കുമാരനാശാൻ ജനിച്ചത് എവിടാ? കുമാരനാശാൻ ജനിച്ചത് കായിക്കര. കായിക്കര. മരിച്ചത് എവിടാ? മരിച്ചത് പല്ലനയാറ്റിലുണ്ടായ ബോട്ടപകടം, കുമാരകോടി അല്ലെ? കുമാരകോടിയിലെ ബോട്ടപകടം, പല്ലനയാറ്റിലാണ് ബോട്ടപകടം ഉണ്ടായത്. എന്നാ കുമാരനാശാൻ മരിച്ചത്? 1924 അല്ലെ? 24. കുമാരനാശാൻ സ്മാരകം എവിടെ? തോന്നക്കൽ. അപ്പൊ ജനിച്ചത് കായിക്കര, മരിച്ചത് കുമാരകോടി, പല്ലനയാറ്റിലെ ബോട്ടപകടമായ കുമാരകോടി എന്ന സ്ഥലത്ത്. സ്മാരകം എവിടെയെന്ന് ചോദിച്ചാൽ തോന്നക്കൽ. കുമാരനാശാന്റെ ആദ്യത്തെ കൃതി വീണപൂവ്, അവസാനത്തെ കൃതി ഏതാണ്? അവസാനത്തെ കൃതി കരുണ. കുമാരനാശാന്റെ ആദ്യ കൃതി വീണപൂവ്, അവസാനത്തെ കൃതി ഏതാണ്? കരുണയാണ് അല്ലെ? കരുണയാണ്. കരുണയിലെ നായകനും നായികയും ചോദിച്ചിട്ടില്ലേ? കരുണയിലെ നായകനും നായിക ആരാണെന്ന് അറിയാമോ? വാസവദത്തയും ഉപഗുപ്തനും. വാസവദത്തയുടെയും ഉപഗുപ്തന്റെയും കഥ പറയുന്നതാണ് കരുണ കേട്ടോ, കരുണ. ഇനി ചോദിക്കാം, ചണ്ടാല് ഭിഷുകിയിലെ നായകനും നായികയും ചോദിക്കാം. മാതങ്കിയുടെയും ആനന്ദന്റെയും കഥ പറയുന്നതാണ് ഏതാ? മാതങ്കിയുടെയും ആനന്ദന്റെയും കഥ പറയുന്നത് ചണ്ടാല് ഭിഷുകി. ഇനി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ദുരവസ്ഥ. ദുരവസ്ഥ കുമാരനാശാന്റെ ഒരു പ്രശസ്ത കൃതിയല്ലേ? അതിലെ നായകനും നായികയും പറയട്ടെ. സാവിത്രിയുടെയും ചാത്തന്റെയും കഥ പറയുന്നത്, സാവിത്രിയുടെയും ചാത്തന്റെയും കഥ പറയുന്നത് ദുരവസ്ഥ. വേറൊന്നുണ്ട്, ലീല. ലീലയിലെയും ചോദിക്കും. മദനനും ലീലയും. മദനനും ലീലയും വരുന്നത് ഏതാണ്? ലീലയിലെ നായകനും നായിക. അപ്പൊ കുമാരനാശാന്റെ ആ 4 ഒന്നും കൂടെ പറയട്ടെ. കരുണയിൽ ആരൊക്കെയാണ്? വാസവദത്തയും ഉപഗുപ്തനും. അത് പഠിച്ചേ. ചണ്ടാല് ഭിഷുകിയിൽ ആരാ? മാതങ്കിയും ആനന്ദനും. ദുരവസ്ഥയിൽ ആരാ? സാവിത്രിയും ചാത്തനും. അതുപോലെ ലീലയിൽ ആരാ? മദനനും ലീലയും. മദനനും ലീലയും. നിങ്ങൾ ഈ മദനൻ എന്ന് പറയുന്ന വേറെ എവിടെ കേട്ടിട്ടുണ്ടോ? ചങ്ങമ്പുഴയെ പഠിച്ചിട്ടില്ല ഇവിടെ? ചങ്ങമ്പുഴ. ചങ്ങമ്പുഴയിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ചങ്ങമ്പുഴയുടെ രമണനിലെ നായകനും നായികയും മദനനും ചന്ദ്രികയും. അവിടെ ഒരു മദനനാ അല്ലെ? രമണനിലെ നായികയും നായികയാരുടെ? രമണനിൽ മദനനും ചന്ദ്രികയുമാണ്. ഓർത്തു വെച്ചിരിക്കണേ. ഇനി നമുക്ക് തിരിച്ചു വരാം. അപ്പൊ ദുരവസ്ഥ മറന്നു പോരുത്. കുമാരനാശാന്റെ ദുരവസ്ഥ വേറെടുത്ത് പഠിച്ചിട്ടുണ്ട്. മലബാർ കലാപത്തെ ആസ്പദമാക്കി കുമാരനാശാൻ എഴുതിയ കൃതിയല്ലേ ദുരവസ്ഥ? പഠിച്ചിട്ടുണ്ട്. അതുപോലെ മലബാർ കലാപത്തെ ആസ്പദമാക്കി ഉറൂബ് എഴുതിയ കൃതിയല്ലേ സുന്ദരികളും സുന്ദരന്മാരും ആണ്. ഉറൂബ് എഴുതിയ കൃതി സുന്ദരികളും സുന്ദരന്മാരും. ഉറൂബിന്റെ യഥാർത്ഥ നാമം പറഞ്ഞ ഉറൂബിന്റെ PC കുട്ടിക്കൃഷ്ണൻ അല്ലെ? PC കുട്ടിക്കൃഷ്ണനാണ് ഉറൂബിന്റെ യഥാർത്ഥ നാമം. നന്ദനാർ എന്നറിയപ്പെടുന്നത് PC ഗോപാലനാണ്. നന്ദനാർ PC ഗോപാലൻ, ഉറൂബ് PC കുട്ടിക്കൃഷ്ണൻ. മറന്നു പോരുതേ. ഉറൂബിന്റെ ഒരു പ്രശസ്ത കൃതി പറയട്ടെ. ഉമ്മാച്ചു. ഉമ്മാച്ചു കേട്ടോ. ഉമ്മാച്ചുവിലെ നായകനും നായികയും ചോദിച്ചിട്ടുണ്ട്. ബീരാനും മായനും. ബീരാൻ, മായൻ എന്നീ കഥാപാത്രങ്ങൾ ഏതിലാണ് വരുന്നത്? ഉറൂബിന്റെ ഉമ്മാച്ചുവിലാണ്. ഉറൂബിന്റെ ഉമ്മാച്ചുവിലാണ്. ഇരുമ്പൻ ഗോവിന്ദൻ നായർ. സുന്ദരികളും സുന്ദരന്മാരിൽ വരുന്നതാണ് ഇരുമ്പൻ ഗോവിന്ദൻ നായർ. 2-3 കൃതികൾ ചോദിക്കട്ടെ. ഓരോന്ന് പറയുമ്പോൾ ഓരോന്ന് ഓർമ്മ വരുന്നോണ്ടാണ് ചോദിക്കുന്നത്. കടൽ തീരത്ത് ത്തിലെ നായകനാണ് വെള്ളായിയപ്പൻ. OV വിജയന്റെ കടൽ തീരത്തിലെ നായകനാരാണ്? വെള്ളായിയപ്പൻ. മറന്നു പോരുതേ, വെള്ളായിയപ്പൻ. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഗോവിന്ദൻകുട്ടി എന്ന കഥാപാത്രം MG വാസുദേവൻ നായരുടെ അസുരവിത്ത്. അപ്പൊ വെള്ളായിയപ്പൻ ഏതിലാണ്? വെള്ളായിയപ്പൻ. നിങ്ങൾക്ക് വരാൻ സാധ്യത വെള്ളായിയപ്പനായിരിക്കും. വെള്ളായിയപ്പൻ വരുന്നത് നമ്മുടെ കടൽ തീരത്ത് OV വിജയൻ. ഗോവിന്ദൻകുട്ടി വരുന്നത് അസുരവിത്ത് MT വാസുദേവൻ നായർ. OV വിജയന്റെ ഒരു പ്രശസ്ത നോവലല്ലേ ഇവിടെ? ഖസാക്കിന്റെ ഇതിഹാസം ആണ്. ഖസാക്കിന്റെ ഇതിഹാസം. അവിടെ 2-3 കൃതികൾ പഠിക്കും. മൈമുന, അല്ലാപ്പിച്ച മൊല്ലാക്ക അല്ലെ? മൈമുന, അല്ലാപ്പിച്ച മൊല്ലാക്ക, രവി, അപ്പുക്കിളി. മൈമുന, അല്ലാപ്പിച്ച മൊല്ലാക്ക, രവി, അപ്പുക്കിളി എന്നീ കഥാപാത്രങ്ങൾ ഏതാ? ഖസാക്കിന്റെ ഇതിഹാസത്തിലാണ്. ഖസാക്കിന്റെ ഗുരുസാഗരം. OV വിജയന് ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടിയ കൃതിയാണ് ഗുരുസാഗരം എന്ന് പറയുന്നത് അല്ലെ? ഗുരുസാഗരത്തിലെ ശിവാനി എന്ന കഥാപാത്രം ചോദിച്ചിട്ടില്ലേ? ശിവാനി എന്ന കഥാപാത്രമൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കുഞ്ഞുണ്ണി, ശിവാനി ഇതൊക്കെ കയറി വരാൻ പറ്റിയ ഒരു ചോദ്യമായിരുന്നു. അതൊന്ന് ഓർത്തു വെച്ചിരിക്കണേ. അപ്പം ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് വെള്ളായിയപ്പൻ, കടൽ തീരത്ത്. ഇനി
രണ്ടൂന്ന് പേരെണ്ണം കൂടെ പറയട്ടെ. വേരുകൾ എഴുതിയത് ആരാണ്? വേരുകൾ മലയാറ്റൂർ. വേരുകൾ എഴുതിയതാരാ? മലയാറ്റൂർ. രഘു, അമ്മലു എന്നീ കഥാപാത്രങ്ങൾ വേരുകളിലാണ് കേട്ടോ. വേരുകളിലെ നായകൻ ആരാ? രഘു, അമ്മലു വേരുകളില. ഇനി നല്ലൊരു ചോദ്യമുണ്ട്. MT വാസുദേവൻ നായരുടെ മഞ്ഞ് എന്ന കൃതിയിലെ നായിക വിമലാദേവി. വിമല, സർദാർജി, ബുദ്ധു. വിമല, സർദാർജി, ബുദ്ധു എന്നീ കഥാപാത്രങ്ങൾ MTയുടേതാ? മഞ്ഞിലെയാണ്. MTയുടെ മഞ്ഞ്. MTക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് കാലം എന്ന് പറയുന്ന കൃതിയിലാണ്. കാലം. സേതു ആണ് നായകൻ. കാലത്തിലെ നായകൻ ആരാണ്? സേതു. MTയുടെ ആദ്യത്തെ കൃതി നാലുകെട്ടാണ്. അതിൽ അപ്പുണ്ണി വരുന്നുണ്ട്. അപ്പുണ്ണി. നാലുകെട്ടിലെ കഥാപാത്രം ആരാണ്? അപ്പുണ്ണി. അപ്പൊ MTയുടെ ആദ്യത്തെ കൃതി ഏതാണ്? നാലുകെട്ട്. നായകൻ ആരാണ്? അപ്പുണ്ണി വരുന്നുണ്ട്. ഓട്ടെ. ഇനി MT ഈ വേറൊന്നും ഉണ്ടല്ലോ, ഇരുട്ടിന്റെ ആത്മാവില്. ഇരുട്ടിന്റെ ആത്മാവില്ലേ? ഭ്രാന്തൻ വേലായുധൻ. MTയുടെ ഇരുട്ടിന്റെ ആത്മാവിൽ ആരാണ്? ഭ്രാന്തൻ വേലായുധൻ. അപ്പൊ MTയുടെ ആദ്യത്തെ കൃതി ഏതാ? നാലുകെട്ട്. അവസാനമായി എഴുതി നിർത്തിയിരിക്കുന്ന കൃതി ഏതാണ്? വാരണാസി. വാരണാസിയാണ്. MTക്ക് ജ്ഞാനപീഠം ഏത് വർഷം? 95. MTക്ക് ജ്ഞാനപീഠം ഏത് വർഷം? 95. ONVക്ക് ജ്ഞാനപീഠം ഏത് വർഷം? 2007. ONVക്ക് 2007. അക്കിത്ത അച്യുതൻ നമ്പൂതിരിക്ക് 2019 അല്ലെ. അപ്പൊ ആ ജ്ഞാനപീഠ വർഷങ്ങൾ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞേട്ടെ. 65 G ശങ്കരക്കുറുപ്പ്, 80 SK പൊറ്റക്കാട്, 84 തകഴി, 95 MT, 2007 ONV, 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരി. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. ആരുടെയാ? അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ അല്ലേ? ആണ്. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെയാണ് അല്ലെ. 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന് പറയുന്ന കൃതിയിലാണ് അത് വരുന്നത് കേട്ടോ. 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം. ONV കുറുപ്പിന്റെ ആത്മകഥയുടെ പേര് കൂടെ പഠിച്ചേരെ. ഏതാണെന്നറിയാമോ? പോക്കുവെയിൽ മണ്ണിൽ എഴുതിയത്. പോക്കുവെയിൽ മണ്ണിൽ എഴുതിയത് ആരുടെ കൃതിയാണ്? ONV കുറുപ്പിന്റെ ആത്മകഥയുടെ പേരാണ്. പഠിച്ചു വെച്ചിരിക്കണേ. അപ്പം കഥാപാത്രങ്ങൾ, കൃതികൾ വേരുകളില ചോദിക്കാം. അതുപോലെ ഒരു ദേശത്തിന്റെ കഥ ആരുടെ? ഒരു ദേശത്തിന്റെ കഥ SK പൊറ്റക്കാട്. ശ്രീധരൻ എന്ന കഥാപാത്രം ചോദിച്ചിട്ടുണ്ട്. ശ്രീധരൻ എന്ന കഥാപാത്രം ഒരു ദേശത്തിന്റെ കഥ. ഒരു തെരുവിന്റെ കഥ ആരാ? SK പൊറ്റക്കാട്. അത് ഏതാണെന്നറിയാമോ? ഓമൻജി എന്ന കഥാപാത്രം. ഓമൻജി എന്ന കഥാപാത്രം ഒരു തെരുവിന്റെ കഥയിലാണ്. പിന്നെ ഒരു നല്ലൊരു ചോദ്യമുണ്ട്. ഒരു ദേശത്തിന്റെ കഥയിലെ ദേശം ഏതാന്ന് ചോദിക്കാം. ദേശം. അതിരാണിപ്പാടം. അതിരാണിപ്പാടം പശ്ചാത്തലമാക്കി എഴുതിയതാരാണ്? എഴുതിയ കൃതിയാണ് ഒരു ദേശത്തിന്റെ കഥ. ഒരു ദേശത്തിന്റെ കഥ ആരാ? SK പൊറ്റക്കാട്. അതിരാണിപ്പാടമാണ് ആ ദേശത്തിന്റെ. പാതിരാ സൂര്യന്റെ നാട്ടിൽ, നൈൽ ഡയറി, കബീന, വിഷകന്യക, ഇതൊക്കെ ആരുടെയാ? SK പൊറ്റക്കാടിന്റെയാണ്. SK പൊറ്റക്കാടിന് ജ്ഞാനപീഠം 80 കിട്ടുന്നത്. കോഴിക്കോടിന്റെ കഥാകാരനാണ് SK പൊറ്റക്കാട്. മറന്നുപോലതെ കോഴിക്കോടിന്റെ കഥാകാരൻ SK. ഞാൻ അങ്ങോട്ടങ്ങ് പോകുന്നില്ല, തിരിച്ചു വരട്ടെ. ബാങ്കിലേക്ക് പോവാം. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്ക് ഏതാ? ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതാ? SBI. ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് ഏതാ? പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഏത് വർഷമാണ് വന്നത്? 94 വന്നെങ്കിൽ 95 ഏപ്രിൽ 12 പ്രവർത്തനം ആരംഭിച്ചത്. എവിടെയാ തുടങ്ങിയത്? ലാഹോറിൽ. ആസ്ഥാനം എവിടെയാ? ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് എത്രയെന്ന് ഓർമ്മയുണ്ട്? പിന്നെ നല്ലൊരു ചോദ്യം. VRS നടപ്പിലാക്കിയ ആദ്യത്തെ ബാങ്ക്. മൂലധന നിക്ഷേപത്തിൽ ഇന്ത്യയിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ബാങ്കും ഏതാണ്? പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ് അല്ലെ. പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. അതൊന്ന് ഓർത്തു വയ്ക്കും. വോളണ്ടറി റിട്ടയർമെന്റ് ആരംഭിച്ചത്. ഓക്കെ. ഇനി നല്ലൊരു ചോദ്യമുണ്ട്. ഈ 2017 ഏപ്രിൽ 1 SBI ഒന്നാമത് എത്തിച്ചേർന്നത്. SBI ഒന്നാമത് എത്തിച്ചേർന്നത്. ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് എന്ന് പറയുന്നത് SBI ആണല്ലോ. ഏതൊക്കെ ബാങ്കാണ് ഇതിലേക്ക് ലയിച്ചതെന്ന് ചോദിക്കാം കേട്ടോ. ബാങ്ക് ദേശസാൽക്കരണത്തിൽ നമ്മുടെ കേരളത്തിലെ ബാങ്ക് വരെ SBIയിലോട്ട് പോയില്ലേ? ആരൊക്കെ? നല്ലൊരു ഓപ്ഷനാണ്. SBI നമ്മുടെ കേരളത്തിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ലയിച്ചു. ട്രാവൻകൂർ, മൈസൂർ, ഹൈദരാബാദ്, പാട്യാല, ബിക്കാനീർ, ജയ്പൂർ, ഭാരതീയ മഹിളാ ബാങ്ക്. ഇവരെല്ലാരും കൂടെ ഇതിലോട്ട് ലയിച്ചപ്പോഴാണ് ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ആയിട്ട് ആര് വന്നത്? SBI മാറിയത്. ആരൊക്കെ പോയത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ SBT പോയി, മൈസൂർ പോയി, ഹൈദരാബാദ് പോയി, പാട്യാല പോയി, ബിക്കാനീർ പോയി, ജയ്പൂർ പോയി, ഭാരതീയ മഹിളാ ബാങ്ക് പോയി. SBI എന്നാണ് വന്നത്? SBI 1955 SBI വരുന്നത്. എന്നാണ്? 55. ദേശസാൽക്കരിച്ചതും 55. ഡേറ്റ് തെറ്റരുത്. 55 ജൂലൈ 1 കേട്ടോ. ജൂലൈ 1. അപ്പൊ SBI നിലവിൽ വന്ന വർഷം എന്നാ? 55 ജൂലൈ 1. ദേശസാൽക്കരിച്ചത് എന്നാണ്? 55
ജൂലൈ 1. SBIയുടെ ആദ്യകാല നാമം എന്താ? SBIയുടെ ആദ്യകാല നാമം ഇംപീരിയൽ ബാങ്ക് എന്നാണ്. 1921 വന്ന ഇംപീരിയൽ ബാങ്ക് ആണ് 55 എന്തായിട്ട് മാറുന്നത്? SBI ആയിട്ട് മാറുന്നത്. 21 വരുന്നത്. 21 ഇംപീരിയൽ ബാങ്ക്. ഇംപീരിയൽ ബാങ്ക് എന്ന പേര് കൊടുത്തത് ഒരു എക്കണോമിക്സ്റ്റാ. ആരാന്നറിയാമോ എക്കണോമിക്സ്? അത് ജോൺ കെയ്ൻസ്. SBIയുടെ ആദ്യകാല നാമമായ ഇംപീരിയൽ ബാങ്ക് എന്ന പേര് കൊടുത്തത് ആരാണ്? ജോൺ കെയ്ൻസ്. എന്നാ ഇംപീരിയൽ ബാങ്ക് 21. അത് SBI ആരെന്നാണ്? 55. SBIയുടെ സ്ഥാപക ചെയർമാൻ മലയാളിയാ. SBIയുടെ സ്ഥാപക ചെയർമാൻ ആരാ? ജോൺ മത്തായി. SBIയുടെ സ്ഥാപക ചെയർമാൻ ആരാണ്? ജോൺ മത്തായി. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ജോൺ മത്തായിയെ? കേന്ദ്ര ക്യാബിനറ്റിൽ അംഗമായ ആദ്യത്തെ മലയാളി, കേന്ദ്ര ക്യാബിനറ്റ് അംഗമായ ആദ്യ മലയാളി ജോൺ മത്തായി. നമ്മുടെ കേന്ദ്രത്തിലെ ആദ്യ മന്ത്രിസഭയിൽ റെയിൽവേ വകുപ്പും ഗതാഗത വകുപ്പും ആർക്കായിരുന്നു? ജോൺ മത്തായി. ധനകാര്യ വകുപ്പ് മന്ത്രിയായ RK ഷൺമുഖം ഷെട്ടി രാജിവെച്ചപ്പോൾ ധനകാര്യം ഏറ്റെടുത്തത് ജോൺ മത്തായി. പിന്നെ നല്ലൊരു ചോദ്യം പറയട്ടെ, 1957 വന്ന കേരളത്തിലെ സർവകലാശാലയാ കേരള സർവകലാശാല. 57 കേരള സർവകലാശാല വരുന്നത്. ഇതിന്റെ ആദ്യ വൈസ് ചാൻസലർ ആരാ? കേരള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലറും ജോൺ മത്തായിയാണ് കേട്ടോ. കേരള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആരാണ്? ജോൺ മത്തായിയാണ് അല്ലെ. SBIയുടെ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര് എന്താണ്? SBIയുടെ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര് യോനോ. YONO. പൂർണ്ണരൂപം പറയാമോ? യോനോ. നിങ്ങൾക്ക് അറിയാവുന്നതാ. യു ഒൺലി നീഡ് വൺ. യോനോയുടെ പുതിയൊരു പൂർണ്ണരൂപം എന്താണ്? യു ഒൺലി നീഡ് വൺ എന്ന് പറയുന്നത് അല്ലെ. ഇന്ത്യയിൽ ആദ്യമായി കോർ ബാങ്കിങ് തുടങ്ങിയത് SBI ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ളത്, ഇസ്രയേലിൽ ശാഖ തുടങ്ങിയത്, ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ ശാഖകളുള്ളത്. ഇതെല്ലാം ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയേണ്ടത്? SBI ആണ് പറയേണ്ടത്. മറന്നു പോരുത്. SBIക്ക് ചോദിക്കാൻ പറ്റിയ ഒരു നല്ല ചോദ്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് 55. എല്ലാം ഞാൻ പറഞ്ഞതെല്ലാം ഇത് എഴുതിയിട്ടുണ്ട്. ഇംപീരിയൽ ബാങ്ക് എന്ന പേര് കൊടുത്തത് ജോൺ കെയ്ൻസ്. ഇന്ത്യക്ക് പുറത്ത് ഇത് വേണമെങ്കിൽ പഠിച്ചേരെ. SBIയുടെ ആദ്യ വനിതാ ചെയർപേഴ്സൺ അരുന്ധതി ഭട്ടാചാര്യ. ആദ്യ വനിതാ ചെയർപേഴ്സൺ ആരാണ്? അരുന്ധതി ഭട്ടാചാര്യയാണ്. അവരുടെ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര് മറന്നു പോരുത്. യോനോ ആണ് എന്ന് പറയുന്നത്. ദേശസാൽക്കരിച്ച ഡേറ്റും തെറ്റരുത്. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ബോറടിക്കത്തില്ലല്ലോ ഞാൻ അങ്ങനെ പറഞ്ഞു പോകുന്നത്. ഓരോ സെക്ഷൻ തിരിച്ചങ്ങ് പറഞ്ഞു പോട്ടെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചൊന്ന് പറഞ്ഞാലോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്താണ്? ആദ്യം നിങ്ങൾ ഉത്തരം ഒന്ന് നോക്കെ. തെറ്റായ പ്രസ്താവന ഏതെന്ന് നോക്കെ. ഒന്ന്, പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയത് 1929 ലാഹോറിൽ ജവഹർലാൽ നെഹ്റു ആണ്. കറക്റ്റ് ആണ് അല്ലെ. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയത് ആ സമയത്ത് INCയുടെ പ്രസിഡന്റ് ആയ ലാഹോർ 1929 ജവഹർലാൽ നെഹ്റു അല്ലെ. ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമല്ലയുടെ ശിശുദിനം. ആ ശിശുദിനമാണ് നമ്മൾ പ്രമേക ദിനമായിട്ട് പറയുന്നത്. മറന്നു പോരുത്. ശിശുദിനവും പ്രമേക ദിനവും ഒരു വർഷമാണ് ഒരു ദിനമാണ് എന്നാ നവംബർ 14 പ്രമേക ദിനം എന്നാണ് നവംബർ 14. പ്രമേകം 2 ഉണ്ട്. ടൈപ്പ് 1 പ്രമേകമുണ്ട്, ടൈപ്പ് 2 പ്രമേകമുണ്ട്. അതായത് ഒരു വ്യക്തി ആജീവനാന്തകാലവും ഇൻസുലിൻ എടുക്കുന്നതും T ലിംബോസൈറ്റുമായി ബന്ധപ്പെട്ടതുമായതാണ് ടൈപ്പ് 1. അതാണ് മാരകം. ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ വ്യായാമക്കുറവ്, മറ്റുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ഉണ്ടാകുന്നതാ ടൈപ്പ് 2 പ്രമേയം എന്ന് പറയുന്നത്. പോട്ടെ. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം 1929 ലാഹോർ. ആരാ എഴുതിയത്? പൂർണ്ണ സ്വരാജ് പ്രമേയം എഴുതിയത് ഗാന്ധിജി. പക്ഷേ ആ സമയത്ത് INCയുടെ പ്രസിഡന്റും പാസ്സാക്കിയത് ജവഹർലാൽ നെഹ്റു. ശരിയാണ്. അടുത്ത ഓക്കെ. മൗലിക അവകാശങ്ങളുടെ പ്രമേയം പാസ്സാക്കിയ കോൺഗ്രസ് സമ്മേളനം 1931 സർദാർ വല്ലഭായ് പട്ടേൽ കറാച്ചിയിലാണ്. കറക്റ്റ്. മൗലികാവകാശങ്ങളുടെ പ്രമേയം പാസ്സാക്കിയത് 31 സർദാർ വല്ലഭായ് പട്ടേൽ കറാച്ചിയിലാണ്. ശരിയാണ് അല്ലെ. മൗലികാവകാശങ്ങൾ ഏത് രാജ്യത്ത് നിന്നാണ് കടമെടുത്തത്? അമേരിക്കയിൽ നിന്ന് അല്ലെ. അമേരിക്കയിൽ നിന്നാണ് കടമെടുത്തത്. 6 എണ്ണമാണ് മൗലികാവകാശം. ഭരണഘടനയുടെ 3-ാം ഭാഗത്തിലാണ്. ഭരണഘടനയുടെ എത്രാം ഭാഗം? 3-ാം ഭാഗം. 35 വരെ അല്ലേ? ആർട്ടിക്കിൾ 35 വരെ. അടുത്ത ഓക്കെ. മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച സമ്മേളനം 17 AC മജുംദാർ ലക്കിനൗ സമ്മേളനമാണെന്ന്. ശരിയാണോ? അവിടെ ഒരുവിധം 3/4 ഭാഗം ശരിയായി. വർഷം തെറ്റിപ്പോയി അല്ലേ. 17 ആണോ അവിടെ? അല്ല. മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചത് 16 അല്ലെ. പിരിഞ്ഞത് 1907 1907 സൂററ്റ് സ്പ്ലിറ്റിൽ പിരിയുന്നു. റാഷ് ബിഹാർ
ബിഹാരി ഘോഷ്. റാഷ് ബിഹാരി ബോസ് എന്ന് എഴുതരുത്. മിതവാദികളും തീവ്രവാദികളും പിരിയുന്ന സമയത്ത് INC-യുടെ പ്രസിഡന്റ് ആരാണ്? റാഷ് ബിഹാരി ഘോഷ്. 1907 സൂററ്റ് സ്പ്ലിറ്റ്. ഒന്നിച്ചത് 16-ലെ ലക്നൗ സമ്മേളനം. ആ സമയത്ത് INC-യുടെ പ്രസിഡന്റ് ആരാണ്? AC മജുംദാർ ആണ്. രണ്ടുമൂന്നെണ്ണം ചോദിച്ചോട്ടെ. 16-ലെ ഗാന്ധിജി നെഹ്റു ആദ്യമായിട്ട് കണ്ടുമുട്ടിയത് 16-ലാണ്. നമ്മുടെ കോൺഗ്രസും മുസ്ലിം ലീഗും ഒന്നിച്ചതും 16-ലാണ്. കോൺഗ്രസും മുസ്ലിം ലീഗും ഒന്നിച്ചത് 16-ല്. ഗാന്ധിജി നെഹ്റുവും കണ്ടുമുട്ടിയ INC-യുടെ സമ്മേളനവും 16-ലാണ്. മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചതും 16. ലക്നൗ സമ്മേളനമാണ്. ലക്നൌവിന്റെ തീരത്തൂടി ഒഴുകുന്ന നദി ഓർമ്മയുണ്ടോ? ലക്നൌവിന്റെ തീരത്തൂടി ഒഴുകുന്ന നദി ഏതാണ്? ഗോമതി. അപ്പൊ അവിടെ തെറ്റിപ്പോയി. അടുത്ത ശരിയാണോ നോക്കേ. അടുത്തത് ശരിയാണ്. അതായത് ജനഗണമന ആദ്യമായി ആലപിച്ചത് 1911 കൊൽക്കത്ത സമ്മേളനം. BN ദർ ആണെന്ന് ആ സമയത്തെ പ്രസിഡന്റ്. ശരിയാണോ? ശരിയാ, BN ദർ തന്നെയാണ്. 11 ജനഗണമന ആദ്യമായി ആലപിച്ച വർഷം എന്ന 1911. വന്ദേമാതരവും കൂടെ പറ. 1896. വന്ദേമാതരം ആദ്യമായി ആലപിച്ച വർഷം 1896. ആരാ? റഹ്മത്തുള്ള സയാനി. ആ സമയത്ത് INC-യുടെ പ്രസിഡന്റ് ആരാ? റഹ്മത്തുള്ള സയാനി. അപ്പൊ ജനഗണമന 1896, വന്ദേമാതരം 1911. രണ്ടും കൊൽക്കത്ത സമ്മേളനം. പക്ഷെ വന്ദേമാതരം പാടുമ്പോ INC-യുടെ പ്രസിഡന്റ് റഹ്മത്തുള്ള സയാനി, ജനഗണമന പാടുമ്പോ ആരാ? നമ്മുടെ BN ദർ ആണ്. ആരാണ് വന്ദേമാതരം ആദ്യമായി ആലപിച്ചത്? ടാഗോർ ആണ്. എഴുതിയതാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. കാരണം എന്താ? ബങ്കിം ചന്ദ്ര ചാറ്റർജി അവിടെ മരിച്ചു പോയായിരുന്നു അല്ലെ? എഴുതിയത് ആ സമയത്ത് മരണമായിരുന്നു. പക്ഷെ അതുകൊണ്ട് വേദിയിൽ പാടിയത് ടാഗോർ ആയിരുന്നു. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേമാതരം ഏത് കൃതിയിൽ നിന്നെടുത്തതാണ്? ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നെടുത്തതല്ലേ? സന്യാസി ലഹളയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് എടുത്തത് അല്ലെ? ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യ ബംഗാളി നോവൽ ചോദിച്ചിട്ടുണ്ട്. ഏതാണെന്നറിയാമോ? ബംഗാളി നോവൽ ദുർഗേശ നന്ദിനിയാണ്. ഓക്കെ, നമുക്ക് പോട്ടെ. INC-യുടെ പ്രധാനപ്പെട്ട വർഷങ്ങൾ ഒന്ന് നോക്കാം. INC-യുടെ പ്രധാനപ്പെട്ട വർഷങ്ങൾ എന്ന് പറയട്ടെ. സുഭാഷ് ചന്ദ്രബോസ് മത്സരിച്ച് ജയിച്ച വർഷം എന്ന 1939 ത്രിപുരി സമ്മേളനം. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത നല്ലൊരു ചോദ്യം. ഗാന്ധിജി പ്രസിഡന്റ് ആയ വർഷം എന്ന 1924 ബെൽഗാം സമ്മേളനം അല്ലെ? 3 വനിതകളല്ലേ ഉള്ളൂ. INC-യുടെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ 3 വനിതകളേ ഉള്ളൂ. 17 കൊൽക്കത്ത സമ്മേളനത്തിൽ ആനി ബസന്റ്, 25 കാൺപൂർ സമ്മേളനത്തിൽ സരോജിനി നായിഡു, 33 കൊൽക്കത്ത സമ്മേളനത്തിൽ നെല്ലിസൺ ഗുപ്ത അല്ലെ? 40 മുതൽ 46 വരെ ആരാ? 40 മുതൽ 46 വരെ മൗലാന അബുൽ കലാം ആസാദ്. 40 മുതൽ 46 വരെ ആരാണ്? മൗലാന അബുൽ കലാം ആസാദ് അല്ലെ? അപ്പം ഇന്ത്യയുടെ ലക്ഷ്യം സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചത് ദാദാഭായ് നവറോജിയാണ്. പൂർണ്ണ സ്വരാജ് ആണ് ജവഹർലാൽ നെഹ്റു വരുന്നത് കേട്ടോ. പൂർണ്ണ സ്വരാജ് ജവഹർലാൽ നെഹ്റു. പിന്നെ നല്ലൊരു ചോദ്യം ഉണ്ട് അവിടെ. ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം ചോദിച്ചിട്ടുണ്ട്. 1901 1901 കൊൽക്കത്ത സമ്മേളനത്തിലാണ് ഗാന്ധിജി ആദ്യമായിട്ട് പങ്കെടുക്കുന്ന സമ്മേളനം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടല്ലോ. അതൊന്ന് 1901 അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയ നല്ലൊരു ചോദ്യം ഏതെന്ന് ചോദിച്ചാല് പരീക്ഷയ്ക്ക് അപ്പം ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം ഏതാ? 1901 കൊൽക്കത്ത സമ്മേളനം. ഡി വാച്ചയാണ്. പിന്നെ നല്ലൊരു ചോദ്യം ചോദിച്ചോട്ടെ. നമ്മുടെ ആവടി കോൺഗ്രസ് സമ്മേളനം ചോദിക്കാറില്ലേ INC-യിൽ? 1955 UN ഡേബർ സോഷ്യലിസം അംഗീകരിച്ച ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏതെന്ന് ചോദിച്ചിട്ടില്ലേ? സോഷ്യലിസം അംഗീകരിച്ചത് 55 ആവടി കോൺഗ്രസ് സമ്മേളനം. ആ സമയത്ത് INC-യുടെ പ്രസിഡന്റ് ആരാ? UN ഡേബർ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ INC-യുടെ പ്രസിഡന്റ് JB കൃപലാനി, മീററ്റ് സെക്ഷൻ. സ്വാതന്ത്ര്യാനന്തര ആദ്യത്തെ INC-യുടെ പ്രസിഡന്റ് പട്ടാഭി സീതാരാമയ്യ 48 അല്ലെ? ജയ്പൂർ സെക്ഷൻ. അതുപോലെ മലയാളി പ്രസിഡന്റ് ആയത് 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനം. സി ശങ്കരൻ നായർ. അതുപോലെ ആദ്യത്തെ ബ്രിട്ടീഷുകാരനാരാ? 1888 അലഹബാദ് സമ്മേളനം. ജോർജ് യൂൾ. രണ്ടാമത്തെ ബ്രിട്ടീഷുകാരനാരാ? വില്യം ബേഡർമാൻ. 89 തന്നെ വില്യം ബേഡർമാൻ. 2 പ്രാവശ്യം പ്രസിഡന്റ് ആയതും വില്യം ബേഡർമാൻ ആണ്. ആദ്യം മുസ്ലിം പ്രസിഡന്റ് ആരാ? ബദറുദ്ദീൻ തിയാബ്ജി. INC രൂപീകരിക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആരാ? ഡഫറിൻ പ്രഭു. INC രൂപീകരണ സിദ്ധാന്തം ഏതാ? സേഫ്റ്റി വാൽവ് തിയറി. INC-ക്ക് ആ പേര് കൊടുത്തതാരാ? ദാദാഭായ് നവറോജി. കിട്ടുമല്ലോ. അപ്പൊ ആദ്യം മുസ്ലിം പ്രസിഡന്റ് ബദറുദ്ദീൻ തിയാബ്ജി 1887 മദ്രാസ് സമ്മേളനം. രണ്ടാമത്തത് ദാദാഭായ് നവറോജി.
കിട്ടുമല്ലോ, കുഴപ്പമില്ലല്ലോ. ആ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആ ഒരു ഭാഗം 40 മുതൽ 47 സുഭാഷ് ചന്ദ്രബോസും അതൊക്കെ ചോദിക്കൂ നിങ്ങൾക്ക്, അതിൽ കൂടുതൽ. പിന്നെ ഭരണഘടനയും അതൊക്കെ ഒന്ന് നോക്കിയേക്കട്ടെ, ഒന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. അടുത്ത നമ്മളിപ്പം പറഞ്ഞു മിതവാദികളും തോത്തരവാദികളും ഒന്നിച്ചത് 16. അടുത്തൊക്കെ താഴെ പറയുന്ന നദീതീര പട്ടണങ്ങളിൽ തെറ്റായ ജോഡി ഏതെന്ന്? നാസിക്, ഗോദാവരി. കറക്റ്റ് ആണ്. നാസിക്, ഗോദാവരി എന്ന് പറയുന്നത് ഇന്ത്യയുടെ മുന്തിരി നഗരം നാസിക് ആണ് കേട്ടോ, ഗോദാവരിയാണ്. ഉപദ്വീപേന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗോദാവരി അല്ലേ? വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരി അല്ലേ? ആണ്. ഗോദാവരിയുടെ തീരത്ത് 12 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഒരു ആഘോഷമാണ് പുഷ്കാരം എന്ന് പറയുന്നത്. പുഷ്കാരം കേട്ടോ, ഗോദാവരിയിലാണ്. ഓക്കെ. പിന്നെ കട്ടക്ക് മഹാനദി, ഒഡീഷയിലെ കട്ടക്കിൽ മഹാനദി. ആരാ ജനിച്ചത്? ഒഡീഷയിലെ കട്ടക്കിൽ ജനിച്ചതാരാ? സുഭാഷ് ചന്ദ്രബോസ്. ഒഡീഷയിലെ കട്ടക്കിൽ ജനിച്ചതാരാണ്? സുഭാഷ് ചന്ദ്രബോസ്. കട്ടക്ക് മഹാനദി. ഒരെണ്ണം കൂടെ പറയട്ടെ. കട്ടക്കിന് കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം. കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം ഒഡീഷയിലെ കട്ടക്കിലാണ് കേട്ടോ. അയോധ്യയുടെ തീരത്തൂടി ഒഴുകുന്നത് സരയു. ശരിയാണ്, അയോധ്യ സരയു ആണ്. ഹംപി കൃഷ്ണയാണെന്ന് തെറ്റ. ഹംപി തുംഗഭദ്രയാണ് അല്ലെ? ഹംപിയുടെ തീരത്ത് തുംഗഭദ്ര നമ്മൾ പഠിച്ചിട്ടുണ്ട്. വിജയനഗര സാമ്രാജ്യത്തിന്റെ അവശിഷ്ടങ്ങൾ കാണപ്പെട്ട സ്ഥലമല്ലയുടെ ഹംപി. ഹംപി ഏത് നദിയാണ്? തുംഗഭദ്ര. കൃഷ്ണ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരെണ്ണം പറയാം. ഏതാ? വിജയവാഡയുടെ തീരത്തൂടി ഒഴുകുന്ന നദി. വിജയവാഡയുടെ തീരത്തൂടി ഒഴുകുന്നത് ഏതാണ്? കൃഷ്ണ നിങ്ങൾക്ക് പറയാം. വിജയവാഡ, കൃഷ്ണ പറയാം. ഓക്കെ. പിന്നെ തഞ്ചാവൂരിന്റെ തീരത്തൂടി ഒഴുകുന്ന നദി കാവേരിയാണ്. തഞ്ചാവൂർ ഏതാണ്? കാവേരി. മംഗലാപുരത്തിന്റെ തീരത്തൂടി ഒഴുകുന്നത് ഏതാ? നേത്രാവതി. മംഗലാപുരമാകുമ്പോൾ നേത്രാവതി. അതുപോലെ ചെന്നൈയുടെ തീരത്തൂടി ഒഴുകുന്ന ഏതാ? കൂവം, അടയാർ. ചെന്നൈയുടെ തീരത്തൂടി ഒഴുകുന്നത് ഏതാണ്? കൂവവും അടയാറും. കാർഗിലിന്റെ തീരത്തൂടി സുരു. കാർഗില്, സുരു. സിയാച്ചിന്റെ തീരത്തുകൂടി നൂബ്ര. സിയാച്ചിന്റെ തീരത്തൂടി നൂബ്ര. മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ലൂണി. റാൻ ഓഫ് കച്ചിലൂടെ ഒഴുകുന്ന, നല്ലൊരു ചോദ്യം, അത് വരാം നിങ്ങൾക്ക്. റാൻ ഓഫ് കച്ച് ഉണ്ടല്ലോ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിലൂടെ ഒഴുകുന്നതും ലൂണിയാണ് കേട്ടോ. റാൻ ഓഫ് കച്ചിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ലൂണിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ജോഗ് വെള്ളച്ചാട്ടം അഥവാ ജർസപ്പോ വെള്ളച്ചാട്ടം അല്ലെ? ശരാവതി നദിയിലാണ്. ജോഗ് വെള്ളച്ചാട്ടം അഥവാ ജർസപ്പോ വെള്ളച്ചാട്ടം ഏത് നദിയിലാ? ശരാവതി നദിയിൽ. ഇന്ത്യയിലെ ഏറ്റവും വീതി കൂടിയ വെള്ളച്ചാട്ടം ഏതാ? വീതി കൂടിയ വെള്ളച്ചാട്ടം ചിത്രകോട്ട് വെള്ളച്ചാട്ടം ഇന്ദിരാവതി നദിയിലാണ്. വീതി കൂടിയ വെള്ളച്ചാട്ടം ഏതാണ്? ചിത്രകോട്ട് വെള്ളച്ചാട്ടം ഇന്ദിരാവതി നദിയിലാണ് അല്ലെ? ഈ ലഡാക്കിലെ ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദി ഏതാ? ലഡാക്കിലെ ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദി അത് സിന്ധു ആണ്. ലഡാക്കിലെ ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദി ഏതാണ്? സിന്ധു ആണ്. ഡൽഹിയുടെ തീരത്തൂടി ഒഴുകുന്ന നദി ഏതാ? യമുന. ഡൽഹി, ആഗ്ര എന്നിവയുടെ തീരത്തൂടി ഒഴുകുന്ന നദി ഏതാണ്? യമുന. യമുനയുടെ പഴയ പേര് പറഞ്ഞേ? കാളിന്തി. യമുനയുടെ പഴയ പേര് എന്തായിരുന്നത്? കാളിന്തി. ഗംഗ ഏറ്റവും കൂടുതൽ ഒഴുകുന്ന സംസ്ഥാനം ഏതാ? ഗംഗ ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശ്. ഗംഗ ഏറ്റവും കൂടുതൽ ഒഴുകുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. വാരണാസി, പാറ്റ്ന ഇവയുടെയൊക്കെ തീരത്ത് ഏത് നദി എന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് ഗംഗയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടായ തെഹരി അണക്കെട്ട് ഏത് നദിയില? തെഹരി അണക്കെട്ട് ഭഗീരഥി. തെഹരി അണക്കെട്ട് ഏതാ? ഭഗീരഥി. ബക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയില? സത്ലജ്. ബക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിൽ? സത്ലജ്. ഹിരാക്കുട്ട് അണക്കെട്ട് ഏത് നദിയിൽ? മഹാനദി. ഹിരാക്കുട്ട് അണക്കെട്ട് ഏത് നദിയിലാണ്? മഹാനദിയിലാണ്. അതുപോലെ ഇബ്, ടെല്ല്, ഷിയോനാഥ് പുഴ ഇതൊക്കെ മഹാനദിയുടെ പോഷക നദികളാണ്. ഇബ്, ടെല്ല്, ഷിയോനാഥ് പുഴയൊക്കെ ഏത് നദിയുടെ പോഷക നദിയാണ്? മഹാനദിയുടെ പോഷക നദികളാണ്. അപ്പം ഹംപി തുംഗഭദ്രയാണ് എഴുതേണ്ടത്. അടുത്ത ചോദ്യം നോക്കേ. ഗുജറാത്തി ഭാഷയിൽ മരിച്ചവരുടെ കുന്ന് എന്നർത്ഥം വരുന്ന സിന്ധു നദീതട സംസ്കാരത്തിലെ സ്ഥലം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. സിന്ധു നദീതട ഗുജറാത്ത്. ഇവിടെ വാരി ശ്രദ്ധിക്കണം. ഗുജറാത്തി ഭാഷയിൽ മരിച്ചവരുടെ കുന്നുണ്ട്, സിന്ധി ഭാഷയിൽ മരിച്ചവരുടെ കുന്നുണ്ട്. ഗുജറാത്തി ഭാഷ ചോദിച്ചാൽ ലോത്തൽ എഴുതണം. സിന്ധി ഭാഷ ചോദിച്ചാൽ ഏതാണ്? സിന്ധി ഭാഷയിൽ മരിച്ചവരുടെ കുന്ന് പറയേണ്ടത് മോഹൻജദാരോയാണ് പറയേണ്ടത്. ഈ സിന്ധു നദീതട സംസ്കാരത്തിലെ പ്രധാനപ്പെട്ട തുറമുഖ നഗരമല്ലേ ലോത്തൽ എന്ന് പറയുന്നത്? ലോത്തൽ ഏത് സംസ്ഥാനത്താ? ഗുജറാത്തിലാണ്. കപ്പൽശാല കണ്ടെത്തിയ പ്രധാനപ്പെട്ട സിന്ധു നദീതട സംസ്കാരം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഏതാ? കപ്പൽശാല കണ്ടെത്തിയത് സിന്ധു നദീതട സംസ്കാരം ചോദിച്ചാൽ ലോത്തലാണ് കപ്പൽശാല കണ്ടെത്തിയത്. സിന്ധി ഭാഷയിൽ മരിച്ചവരുടെ കന്ന് മോഹൻജദാരോയാണ്. മോഹൻജദാരോയിലല്ലേ മഹത്തായ കുളം കണ്ടെത്തിയത്? മഹാസ്നാനഘട്ടം, ഗ്രേറ്റ് ബാത്ത് കണ്ടെത്തിയത് മോഹൻജദാരോയിലാണ്. നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ വെങ്കല പ്രതിമ, പുരോഹിതർ എന്ന് കരുതപ്പെടുന്ന ഒരു താടിക്കാരന്റെ പ്രതിമ ഇതൊക്കെ കണ്ടത് മോഹൻജദാരോ. മോഹൻജദാരോ ഇന്ത്യയിലാണോ? അല്ല, ഇപ്പം പാകിസ്ഥാനില. അതായത് ഹാരപ്പയും മോഹൻജദാരോ ഒക്കെ ഇപ്പൊ പാകിസ്ഥാനിലാണ്. പാകിസ്ഥാൻ അഴുക്കുചാൽ സമ്പ്രദായം ആദ്യമായിട്ട് കണ്ടുപിടിച്ചതും നമ്മൾ ഉണ്ടെന്ന് വിശ്വസിച്ചതും മോഹൻജദാരോയില. അഴുക്കുചാൽ
സമ്പ്രദായം കൊണ്ടുവന്നത്. വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പോയതായി കരുതപ്പെടുന്നതും മോഹൻജദാരോയിലാണ്. എവിടെയാണ് ഇതിപ്പോ സ്ഥിതി ചെയ്യുന്നത്? പാകിസ്ഥാനിലെ സിന്ധു പ്രവിശ്യയിൽ ലാർഖാന ജില്ലയിലാണ് ആര് കാണപ്പെടുന്നത്? മോഹൻജദാരോ കണ്ടിരുന്നത്. പാകിസ്ഥാനിലെ സിന്ധ് എന്ന പ്രവിശ്യയിലെ ലാർഖാന ജില്ലയിലാണ് എന്ത് അന്നത്തെ മോഹൻജദാരോ കണ്ടത്. അതും ആ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പം പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിലെ ലാർഖാന ജില്ലയിൽ. പിന്നെ ഒരെണ്ണം കൂടെ നല്ലൊരു ചോദ്യമുണ്ട്, ഹാരപ്പ എവിടെയാന്ന് ചോദിച്ചിട്ടില്ലേ? ഹാരപ്പ എവിടെയാണ്? അതും പാകിസ്ഥാനിലെ തന്നെ മോണ്ടിഗോമറി ജില്ലയിലാണ്. പാകിസ്ഥാനിലെ മോണ്ടിഗോറി. ഹാരപ്പയുടെ തീരത്തൂടി ഒഴുകുന്ന നദി പറയാമോ നിങ്ങൾക്ക്? ഹാരപ്പയുടെ തീരത്തൂടി ഒഴുകുന്ന നദി രവിയാണ്. ഹാരപ്പയുടെ തീരത്തൂടി ഒഴുകുന്ന നദി ഏതാണ്? രവിയാണ്. രഞ്ജിത് സാഗർ അണക്കെട്ട്, തെയ്ൻ അണക്കെട്ട്, ഇതൊക്കെ ഏത് നദിയിൽ എന്ന് ചോദിച്ചാൽ രവി നദിയിലാണ്. കണ്ട് ചെമ്പ് കൊണ്ടുള്ള നിർമ്മാണങ്ങൾക്ക് പ്രസിദ്ധമായ സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ ഹാരപ്പയാണ്. മൃതദേഹങ്ങൾ പെട്ടിയിൽ അടക്കം ചെയ്തിരുന്ന പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് ഏതായിരുന്നത്? ഹാരപ്പയാണ്. മൃതദേഹങ്ങൾ പെട്ടിയിൽ അടക്കം ചെയ്തിരുന്നത് കേട്ടോ. അതൊന്ന് ഓർത്തു വെച്ചിരിക്കണേ. ഇനി മോഹൻജദാരോ നമ്മൾ പഠിച്ചല്ലോ. മോഹൻജദാരോ കണ്ടുപിടിച്ചത് ആരായിരുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. മോഹൻജദാരോ കണ്ടുപിടിച്ചത് RD ബാനർജി. മോഹൻജദാരോ കണ്ടുപിടിച്ചത് ആരാണ്? 1922 RD ബാനർജിയാണ്. ഏറ്റവും വിസ്തൃതി കൂടിയ ഒരു സൈന്ധവ സംസ്കാര കേന്ദ്രം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഏതാ? മോഹൻജദാരോ തന്നെയാണ് പറയേണ്ടത്. എവിടെ സ്ഥിതി ചെയ്യുന്നത്? ലാർഖാന ജില്ലയിലാണ് മോഹൻജദാരോ കണ്ടെത്തിയത്. ഓർത്തു വെച്ചിരിക്കുന്നത്. നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ പ്രതിമ, കുളിക്കടവ്, ക്ഷേത്ര മാതൃകകൾ, പശുപതി മഹാദേവന്റെ മുദ്ര, ധാന്യപ്പുരകൾ, ഇതൊക്കെ കണ്ടെത്തിയത് പുരോഹിതൻ. ഇതെല്ലാം കണ്ടെത്തിയത് എവിടെയാണ്? മോഹൻജദാരോയിലാണ്. മഹാസ്നാനഘട്ടം മറന്നു പോരുത്. അതുപോലെ ലോത്തൽ പറഞ്ഞ ലോത്തൽ ഏത് സംസ്ഥാനത്താ? ലോത്തൽ ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ്. ലോത്തൽ എന്ന വാക്കിന് അർത്ഥം എന്താ? മരിച്ചവരുടെ സ്ഥലം എന്നാണ്. മരിച്ചവരുടെ കുന്നിനേക്കാൾ നല്ലത് മരിച്ചവരുടെ സ്ഥലം എന്ന് പറയുന്നത്. ഇവിടെ പ്രത്യേകത എന്താണെന്നറിയാമോ? പുരുഷന്മാരുടെയും സ്ത്രീകളെയും ഒന്നിച്ചടക്കിയതായിട്ടുള്ള തെളിവുകൾ കണ്ടെത്തിയ സിന്ധു നദീതട സ്ഥലം ഏതെന്ന് ചോദിച്ചിട്ടില്ലേ? പുരുഷന്മാരെയും സ്ത്രീകളെയും ഒന്നിച്ചടക്കിയതായിട്ട് കണ്ടെത്തിയ സിന്ധു നദിയുടെ സംസ്കാരവും ഏതാണ്? ലോത്തലാണ്. പശ്ചിമേഷ്യയുമായിട്ട് വ്യാപാര ബന്ധം ഉണ്ടായിരുന്ന സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഏതാണ്? ലോത്തനാണ്. കാലിബംഗൻ ഏത് സംസ്ഥാനത്താണ്? കാലിബംഗൻ രാജസ്ഥാനിലാണ്. കാലിബംഗൻ എന്ന് പറയുന്ന സ്ഥലം ഏതാണ്? രാജസ്ഥാൻ. എന്താ അർത്ഥം കാലിബംഗന്റെ അർത്ഥം? കറുത്ത വളകൾ. കാലിബംഗൻ സ്ഥിതി ചെയ്യുന്ന ഒരു നദീതീരം പഠിക്കത്തില്ലേ? കഗ്ഗർ കേട്ടോ. കാലിബംഗൻ കഗ്ഗർ. പിന്നെ ഒരു സ്ഥലപ്പേര് പറയട്ടെ, ധോളവീര. എന്താണ്? ഏറ്റവും ഒടുവിലായിട്ട് കണ്ടെത്തിയ സ്ഥലം ധോളവീരയായിരുന്നു. അതായത് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ കണ്ടെത്തിയ ഏകീകൃത ജലസേചന സൗകര്യമുള്ള ഒരു പ്രദേശമാണ് ഏതെന്ന് പറയുന്നത്? ലോത്തൽ എന്ന് വിളിക്കുന്നത്. ഓർത്തു വെക്കണേ. പിന്നെ രൂബാർ ഉണ്ട്. പഞ്ചാബിൽ തന്നെ രൂബാർ, സത്ലജ് നദിയുടെ തീരത്തെ രൂബാർ ഉണ്ട്. അതുപോലെ ബെൻവാലി ഉണ്ട്. ബെൻവാലി എവിടെ? ഹരിയാനയിലെ ഹിസാർ എന്ന് പറയുന്ന സ്ഥലത്ത്. ഹരിയാനയിലെ ഹിസാറിലാണ് ബെൻവാലി. പിന്നെ ചാൻഹുദാരോ ഉണ്ട്. എവിടെയാ ചാൻഹുദാരോ കണ്ടെത്തിയതാര്? ചെറിയ മഷിക്കുപ്പിയൊക്കെ കണ്ടെത്തിയതാര് എന്നൊക്കെ ചോദിച്ചിട്ടില്ലേ? അതൊക്കെ എവിടെയാണ്? ചാൻഹുദാരോയിലാണ്. ഒന്ന് പഠിച്ചു വെച്ചിരിക്കണം. എന്റെ ഒരു ഓർമ്മയെ വന്നത് പെട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്ത് വെക്കുക. ലോകത്തിലെ ഏറ്റവും പുരാതനമായ ലിപി ഏതാണ്? ലോകത്തിലെ ഏറ്റവും പുരാതന ലിപി ക്യൂണിഫോം ലിപിയാണ് അല്ലെ? സുമേറിയക്കാരുടെ അല്ലെ? സുമേറിയ അല്ലെങ്കിൽ മെസ്സപ്പെട്ടോമിയക്കാര്. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികൾക്കിടയിലെ സംസ്കാരം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഏതാ? മെസ്സപ്പെട്ടോമിയൻ സംസ്കാരം എന്ന് പറയുന്നത്. മെസ്സപ്പെട്ടോമിയുടെ പുതിയ പേരെന്താണ്? ഇറാൻ ആണോ ഇറാഖ് ആണോ? മെസ്സപ്പെട്ടോമിയ ഇറാഖാണ്. ഇറാൻ എന്ന് പറയുന്നത് പേർഷ്യയാണ്. ഇറാഖാണ് മെസ്സപ്പെട്ടോമിയ എന്ന് പറയുന്നത്. അപ്പൊ ക്യൂണിഫോം ലിപി മെസ്സപ്പെട്ടോമിയയിലും ഹൈറോഗ്ലിഫിക്സ് ലിപി ഈജിപ്ഷ്യൻ സംസ്കാരത്തിലുമാണ്. ഹൈറോഗ്ലിഫിക്സ് ലിപി എവിടെയാണ്? ഈജിപ്ഷ്യൻ സംസ്കാരത്തിലാണ് ഹൈറോഗ്ലിഫിക്സിലെ. സിന്ധു നദീതട സംസ്കാരത്തിലെ ലിപി ഏതായിരുന്നത്? ചിത്രമെഴുത്ത് ലിപി അല്ലെ? ചിത്രമെഴുത്ത് ലിപി. അപ്പൊ മെസ്സപ്പെട്ടോമിയക്കാരുടെ ലിപി ഏതെന്ന് പറയാം? ക്യൂണിഫോം. ലോകത്തിലെ ആദ്യത്തെ നഗരം മെസ്സപ്പെട്ടോമിയയിലല്ലേ? ഉർ. ലോകത്തിലെ ആദ്യത്തെ നഗരം ഏതെന്ന് ചോദിച്ചാൽ ഉർ എന്ന് പറയുന്നത് മെസ്സപ്പെട്ടോമിയയിൽ. സുമേറിയക്കാരാണ് അല്ലെ? സുമേറിയ അല്ലെങ്കിൽ മെസ്സപ്പെട്ടോമിയ എന്ന് പറഞ്ഞാലും മതി. ഉർ. ഹമ്മുറാബി പഠിച്ചിട്ടില്ലേ? കണ്ണിന് കണ്ണ്, മൂക്കിന് മൂക്ക്, പല്ലിന് പല്ല് എന്ന നിയമം കൊണ്ടുവന്ന ഹമ്മുറാബിയുടെ ആദ്യത്തെ നിയമസംഹിത കൊണ്ടുവരുന്നതും എവിടെയാണ്? മെസ്സപ്പെട്ടോമിയക്കാരാണ് അല്ലെ? സുമേറിയക്കാർ അല്ലെങ്കിൽ മെസ്സപ്പെട്ടോമിയ. അപ്പൊ ഹൈറോഗ്ലിഫിക്സ് ലിപി എവിടെയായിരുന്നത്? ഹൈറോഗ്ലിഫിക്സ് ലിപി എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഈജിപ്തിലും ക്യൂണിഫോം ലിപി മെസ്സപ്പെട്ടോമിയക്കാരുടെ ആയിരുന്നു അല്ലെ? ഈ എത്ര കിങ്ഡം ഉണ്ടല്ലേ? സയൻസ് ഞാൻ ചുമ്മാ ഒന്ന് റിവിഷൻ നടത്തി നോക്കട്ടെ. സമയമുണ്ടോ? ഒത്തിരി നേരം ആയോ? എത്ര കിങ്ഡം ഉണ്ട് നമുക്ക്? പ്രധാനമായിട്ടും 5 കിങ്ഡം ആണ് ജീവി കിങ്ഡങ്ങൾ അല്ലെ? 5 ജീവി കിങ്ഡം ഉണ്ട് അല്ലെ? ആരാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ ഉപജ്ഞാതാവ്? 5 കിങ്ഡം
കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ ഉപജ്ഞാതാവ് 1969 റോബർട്ട് എച്ച് വിറ്റാക്കർ അല്ലെ. റോബർട്ട് എച്ച് വിറ്റാക്കർ ആണ് 5 കിങ്ഡത്തിന്റെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചു. ഒന്നാമത്തെ കിങ്ഡം ഏതാ? മൊണീറ. കിങ്ഡം മൊണീറ, അതായത് ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവിയാണ് മൊണീറ. ഒരു പ്രൊകാരിയോട്ടുകൾ നമ്മൾ പറയത്തില്ലേ, പ്രൊകാരിയോട്ടുകൾ വ്യക്തമായിട്ട് ന്യൂക്ലിയസ് ഇല്ലാത്തത് ബാക്ടീരിയ എക്സാമ്പിൾ ആയിട്ട് പറയാം അല്ലെ. അപ്പൊ ഒന്നാമത്തത് മൊണീറ. ആ 5 എണ്ണത്തിന്റെ പേര് ആദ്യം പറഞ്ഞേ. മൊണീറ, പ്രോട്ടിസ്റ്റ, ഫംജൈ അല്ലെ. പ്രോട്ടിസ്റ്റ, ഫംജൈ, പ്ലാന്റ്. അഞ്ചാമത്തെ ഏതായിരുന്നു? അനിമേലിയ. അവസാനത്തെയൊക്കെ പേരിലൂടെ തന്നെ കിട്ടും അല്ലെ. ആദ്യത്തെ തിരിഞ്ഞു പോരുത്. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവി മൊണീറ, ന്യൂക്ലിയസോടുകൂടിയ ഏകകോശ ജീവി യുഗാരിയോട്ടുകൾ അല്ലെ. യുഗാരിയോട്ടുകൾ പ്രോട്ടിസ്റ്റ. ഒരു എക്സാമ്പിൾ പറഞ്ഞ പ്രൊകാരിയോട്ടിന് സസ്യങ്ങൾ, ജന്തുക്കൾ. അമീബ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയത് അമീബ ചോദിക്കാം അല്ലെ. അടുത്ത ഫംജൈ എന്താണ്? അതായത് കിങ്ഡം ഫംജൈ എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കാൻ കഴിവില്ലാത്ത സ്വപോഷികളായ അല്ലെ. സഞ്ചരിക്കാൻ കഴിവില്ലാത്ത സ്വപോഷികളല്ല, പരപോഷികൾ. സ്വന്തമായിട്ട് ആഹാരം പാചകം ചെയ്യാൻ പറ്റാത്ത, സഞ്ചരിക്കാൻ കഴിവില്ലാത്ത പരപോഷികളായ ഏകകോശ ജീവിയും ബഹുകോശ ജീവികളും വരാം അല്ലെ. കുമിളുകളില്ലേ, കുമിളുകൾ, അതാണ് ഫംജൈ എന്ന് പറയുന്നത്. പിന്നെ ഏതാണ്? പ്ലാന്റ്. എന്താ പ്ലാന്റ്? അത് പേരിലൂടെ കിട്ടും. സ്വപോഷികളുമായിരിക്കും, സഞ്ചാരശേഷി ഇല്ലാത്ത ആളുകൾ അല്ലെ. അതായത് നമ്മളെ സസ്യങ്ങളില്ലേ, അതിനെയാണ് ഫംജൈ എന്ന് പറയുന്നത്. അനിമേലിയ എന്താണ്? പരപോഷികളും ആയിരിക്കും, ശേഷി ഉള്ളവയുമാണ്. സഞ്ചാരശേഷി, അത് അനിമേലിയ എന്ന് പറയുന്നത്. 5 കിങ്ഡങ്ങളെ വേർതിരിച്ചത് ആരായിരുന്നടെ? റോബർട്ട് എച്ച് വിറ്റാക്കർ ആണ് 5 കിങ്ഡങ്ങളെ വേർതിരിച്ചതാര്. മഴത്തുള്ളി ഗോളാകൃതിയിലാകാൻ കാരണം എന്താണ്? മഴത്തുള്ളി ഗോളാകൃതിയിൽ പ്രതലബലമാണ് അല്ലെ. പ്രതലബലമല്ലേ മഴത്തുള്ളി. വേരിൽ നിന്നും സസ്യങ്ങൾ, മണ്ണിൽ നിന്നും സസ്യങ്ങൾ, വേരുകൾ ജലം വലിച്ചെടുക്കുന്ന തത്വം ഏതാ? കേശികത്വം അല്ലെ. കേശികത്വം. ബോർഡിലെ ചോക്കിലെ മഷി ആഗിരണം ചെയ്യുന്നത് ഏതാ? അതും കേശികത്വം. ഒപ്പുകടലാസ് വേർതിരിക്കുന്നതും കേശികത്വം അല്ലേ? ആണ്, കേശികത്വമാണ്. ഒപ്പുകടലാസ് ബ്ലാക്ക് ബോർഡിൽ മഷി ആഗിരണം ചെയ്യുന്നത് കേശികത്വമാണ്. അതുപോലെ നമ്മളെ വിളക്കിലെ തിരി എണ്ണ വലിച്ചെടുക്കുന്ന തത്വം ഏതെന്ന് ചോദിച്ചാലും കേശികത്വമാണ്. പ്രകൃതിയിലെ ഏറ്റവും ശക്തിയേറിയ ബലം ഏതാ? പ്രകൃതിയിലെ ഏറ്റവും ശക്തിയേറിയ ബലം ന്യൂക്ലിയർ ബലമാണ്. ഏറ്റവും ദുർബലമായ ബലം ഏതാ? ഭൂഗരുത്വാകർഷണ ബലമാണ്. ഏറ്റവും ദുർബലമായ ബലം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ബലത്തിന്റെ യൂണിറ്റ് ഏതാണ്? ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. ബലത്തിന്റെ CGS യൂണിറ്റ് എന്താ? ബലത്തിന്റെ CGS യൂണിറ്റ് ഡൈൻ ആണ്. ബലത്തിന്റെ CGS യൂണിറ്റ് ഏതാണ്? ഡൈൻ ആണ്. നമ്മൾ ഊർജത്തിന്റെ യൂണിറ്റ് എന്താണെന്ന് അറിയാമോ? ഊർജത്തിന്റെ യൂണിറ്റ് ജൂൾ ആണ്. ഊർജത്തിന്റെ SI യൂണിറ്റ് ആണ് ജൂള്. ഊർജത്തിന്റെ CGS യൂണിറ്റ് എന്താണെന്ന് അറിയാമോ? CGS എർഗ്. ഒരു ജൂൾ എന്ന് പറയുന്നത് 10⁻⁷ എർഗ് ആണ്. അപ്പൊ ഊർജത്തിന്റെ യൂണിറ്റ് ഏതാണ്? ജൂള്. ഊർജത്തിന്റെ CGS യൂണിറ്റ് എന്താണ്? എർഗ് ആണ്. ഊർജത്തിന്റെ CGS യൂണിറ്റ് ഏതെന്ന് ചോദിച്ചാൽ എർഗ്. ഊർജ സംരക്ഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവാര? പ്രധാനം ആൽബർട്ട് ഐൻസ്റ്റീൻ. നിങ്ങൾക്ക് പറയാം ഊർജ സംരക്ഷണ നിയമം. ഗതികോർജത്തെ കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഗതികോർജം, അതായത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയാകുമ്പോൾ, അതിന്റെ ഗതികോർജം എത്രയാവോടെ? 4 ഇരട്ടി. മറന്നു പോരുത്, അതിന്റെ ഗതികോർജം എത്രയാവോടെ? 4 ഇരട്ടിയാവും. ഒരു വസ്തുവിന്റെ ചലനം കൊണ്ടുണ്ടാകുന്ന ഊർജമല്ലേ ഗതികോർജം എന്ന് പറയുന്നത്. വീഴുന്ന മാങ്ങ നമ്മൾ പഠിക്കത്തില്ലേ? വീഴുന്ന മാങ്ങ, ഒഴുകുന്ന ജലം, ഓടുന്ന കുട്ടി, ഇതൊക്കെ ഏതാ? ഗതികോർജം. സ്ഥിതികോർജം എന്താ? സ്ഥാനം കൊണ്ടോ രൂപമാറ്റം കൊണ്ടോ ഉണ്ടാകുന്ന വസ്തുവിനുണ്ടാകുന്ന ഊർജമാണ് സ്ഥിതികോർജം എന്ന് പറയുന്നത്. അണക്കെട്ടിലെ വെള്ളം ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതാണ്. അണക്കെട്ടിലെ അന്താരാഷ്ട്ര മോൾ ദിനം എന്നാണ്. അന്താരാഷ്ട്ര മോൾ ദിനം ഒക്ടോബർ 23. മറന്നു പോരുത്, അന്താരാഷ്ട്ര മോൾ ദിനം എന്ന ഒക്ടോബർ 21. നേരത്തെ ശാസ്ത്ര ദിനം പഠിച്ചേ ഫെബ്രുവരി 28. മാതൃഭാഷാ ദിനം ഫെബ്രുവരി 21. മാതൃഭാഷാ ദിനം എന്നാണ് ഫെബ്രുവരി 21 മാതൃഭാഷാ ദിനം. ഈ സദിശ്യ അളവും അതിശയ അളവും ഇല്ലേ? സദിശ്യ അളവുണ്ട്, അതിശയ അളവുണ്ട്. ദിശ ചേർക്കാതെ പറയുന്നത് അതിശയമാണ്, അതിശയമായി പോകും. ദിശ ചേർത്ത് പറഞ്ഞാൽ അത് ഏതാവും? സദിശ്യ അളവ്. എക്സാമ്പിൾ ആണ് എനിക്ക് കേൾക്കേണ്ടത്. അതിശയ അളവിന് എക്സാമ്പിള് സമയം നമുക്ക് പറയാം അല്ലെ. സമയം, പിണ്ഡം, ദൂരം, വേഗത. സമയം, പിണ്ഡം, ദൂരം, വേഗത, വ്യാപ്തം, സാന്ദ്രത, ഇതെല്ലാം നിങ്ങൾക്ക് അതിശയ അളവിന് പറയാം. സദിശ്യ അളവിന് ഉദാഹരണം ബലം, പ്രവേഗം, ത്വരണം. ബലം, പ്രവേഗം, ത്വരണം ഒക്കെ ഏതി പറയാതെ സദിശ്യ അളവിന് ഉദാഹരണമായിട്ട് പറയാം. അത് തെറ്റിപ്പോരുത്. നമ്മുടെ ഭൂമിയിൽ ഊർജത്തിന്റെ ഉറവിടം എപ്പോഴും ആരാടെ? സൂര്യനിലാണ് അല്ലെ. അണുബോംബിന്റെ പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫിഷൻ ആണ്. അണുബോംബ്. ആറ്റം ബോംബിന്റെ പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. ആറ്റം ബോംബിന്റെ പ്രവർത്തന തത്വം ഏതാണ്? ന്യൂക്ലിയർ. അണുബോംബിന്റെ ആറ്റം ബോംബിന്റെ പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫിഷൻ. ഹൈഡ്രജൻ ബോംബിന്റെ പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. മലയാളം പഠിച്ചു വെച്ചിരിക്കണേ.
സംയോജനവും ഉണ്ട്, അണുവിഘടനവും ഉണ്ട് അല്ലെ. അണു സംയോജനവും ഉണ്ട്, ഫ്യൂഷൻ എന്ന് പറഞ്ഞാലല്ലേ ഇവിടെ സംയോജിപ്പിക്കുന്നത്. അപ്പം ആറ്റം ബോംബിന്റെ പ്രവർത്തന തത്വമായ ന്യൂക്ലിയർ ഫിഷൻ അണുവിഘടനം, ന്യൂക്ലിയർ ഫ്യൂഷൻ ചോദിച്ചാൽ അണു സംയോജനം. അപ്പൊ ഹൈഡ്രജൻ ബോംബിലും സൂര്യനിലെ പ്രവർത്തന തത്വവും നക്ഷത്രങ്ങളുടെ പ്രവർത്തന തത്വവും ഒക്കെ ഏതാണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ് പറയുന്നത്. ഹൈഡ്രജൻ ബോംബിന്റെ പിതാവാരെന്ന് പറയാമോ? എഡ്വേർഡ് ടെല്ലർ ആണ്. ഞാൻ വേറൊരു കൃതി ചോദിച്ചോട്ടെ. നിശബ്ദ വസന്തം എന്ന കൃതിയാണ്, പഴയ ചോദ്യ പേപ്പർ ഓർത്തോർത്ത് പറയുന്നതാണ്. നിശബ്ദ വസന്തം അഥവാ സൈലന്റ് സ്പ്രിംഗ് ആരുടെയാണെന്നറിയാമോ? അതാരുടെയെന്ന് ചോദിച്ചാൽ റേച്ചൽ കാർഡ്സൺ. DDTയുടെ കീടനാശിനിയുടെ ഭവിഷ്യത്തിനെ കുറിച്ച് എഴുതിയ കൃതിയല്ലേ നിശബ്ദ വസന്തം അഥവാ സൈലന്റ് സ്പ്രിംഗ്. ആരുടെയാണ്? റേച്ചൽ കാർഡ്സൺ ആണ് അല്ലെ. ഒറ്റ വൈക്കോൽ വിപ്ലവം ആരുടെയാണ്? ഒറ്റ വൈക്കോൽ വിപ്ലവം എന്ന പ്രശസ്ത നോവൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടതാ. മസനോവ് ഫുക്കുവോക്ക. ആരുടെയായിരുന്നത്? മസനോവ് ഫുക്കുവോക്കയാണ്. ഒറ്റ വൈക്കോൽ വിപ്ലവം എന്ന് വിളിക്കുന്നത് ആരുടെയായിരുന്നത്? മസനോവ് ഫുക്കുവോക്കയാണ്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കണേ. പരീക്ഷയ്ക്ക് ആ ഒരു ഭാഗങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യമാണ്. നിശബ്ദ വസന്തം മസനോവ് ഫുക്കുവോക്ക, നിശബ്ദ വസന്തം റേച്ചൽ കാർഡ്സൺ, ഒറ്റ വൈക്കോൽ വിപ്ലവം ആരുടെയാണ്? മസനോവ് ഫുക്കുവോക്കയുടെ. ജപ്പാൻകാരനായിരുന്നു. അതൊന്ന്. ചിപ്കോ പ്രസ്ഥാനം എവിടെയാ? ചിപ്കോ പ്രസ്ഥാനം ഉത്തരാഖണ്ഡിൽ സുന്ദർലാൽ ബെഗുഗുണ. ചിപ്കോ പ്രസ്ഥാനം ആരുടെയാണ്? ഉത്തർപ്രദേശിലെ സുന്ദർലാൽ ബെഗുഗുണയാണ്. കുറച്ച് റിവിഷൻ ഒക്കെ ആയെന്ന് തോന്നുന്നു. നാളെയും അടുത്തൊരു റിവിഷനുമായിട്ട് വരാം. കുറേ പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒത്തിരി പേര് മെസ്സേജ് ഇട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം റിവിഷൻ കൊണ്ടുവരണേ എന്നൊക്കെ. അല്ലാതെ യൂട്യൂബിലും താഴെ മെസ്സേജുകളെല്ലാം വായിച്ചപ്പോഴേ എനിക്ക് തോന്നി 10 ദിവസമെങ്കിൽ 10 ദിവസം, ഒരു അരമണിക്കൂറെങ്കിൽ അരമണിക്കൂർ നിങ്ങൾക്ക് റിവിഷനുമായിട്ട് വരാമെന്ന്. ഒത്തിരി സന്തോഷത്തോടെ ഇനിയും ഒരു റിവിഷൻ സെക്ഷൻ. ഇച്ചിരി സ്പീഡിൽ പറഞ്ഞു പോയത് ക്ഷമിക്കണേ. കാരണം സ്പീഡിൽ പറയുമ്പോൾ ഒരു 1000-500 ചോദ്യമെങ്കിലും കിട്ടിയാൽ നിങ്ങൾക്ക് അത് കേട്ട് പോലെ, അല്ലാതെ ഇരുത്തി പഠിപ്പിക്കാൻ ഇനി എനിക്ക് സമയമില്ല കേട്ടോ. അതുകൊണ്ട് റിവിഷനാണ് അത്. ഓക്കെ, നല്ലൊരു ടോപ്പിക്കുമായിട്ട് നല്ലൊരു റിവിഷൻ ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം തന്നെ കാണാം. നന്ദി, നമസ്കാരം.